Hi friends, welcome to Danny Martin Associates. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സിങ്കിൻ്റെ അടിയിൽ ക്യാബിനറ്റിന് വെന്റിലേഷൻ ആവശ്യമാണോ ഇല്ലയോ അതാണ് നമ്മൾ കളി. ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണൂ, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് വേണോ വേണ്ടിയെന്നുള്ളത്. ഇവിടെ സിങ്കിൻ്റെ അടിയിൽ 2 ഷട്ടർ കൊടുത്തിരുന്ന 2 ഷട്ടറും വെന്റിലേഷൻ കൊടുത്തിട്ടില്ല. ഇതൊരു ഇമ്പോർട്ടഡ് കിച്ചണാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ എന്താ സംഭവം കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോക്കി, ഇതിനകത്ത് വെള്ളം വീണിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അടിയിലത്തെ ക്യാബിനറ്റ് കംപ്ലീറ്റ് ഡാമേജ് ആയി. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ലീക്കായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് വെള്ളം ലീക്കായിട്ട് ക്യാബിനറ്റിന് പെട്ടെന്ന് ചീത്തയായി. പക്ഷേ നമുക്ക് കുറെ കൂടെ നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇവിടെ വെന്റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കെട്ടിക്കിടക്കുന്ന വെള്ളം വേപ്പറൈസ് ചെയ്ത് വെന്റിലേഷനോടെ കുറേ പുറത്ത് പോകുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ കുറേ കൂടെ കാലം കഴിഞ്ഞിട്ട് ആ ക്യാബിനറ്റ് നശിച്ചു പോകുമായിരുന്നു. ഒന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നോക്കൂ, ഈ വേസ്റ്റ് പിൻ ഇപ്പോൾ ഇത് ഈ ഷട്ടറിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ മൂടി ഇപ്പോഴും തുറന്നാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ വേസ്റ്റ് പിൻ്റെ അകത്ത് ഫോർ സ്മെല്ല് നമ്മളിത് അടഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർ സ്മെല്ല് പോകേണ്ട യാതൊരു മാർഗവും ഇല്ല. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ വെന്റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോർ സ്മെല്ല് കുറേശ്ശെ പോയിട്ട് നമുക്ക് എന്താ പറയുക, തുറക്കുമ്പം പെട്ടെന്ന് വരുന്ന ആ ഒരു ഫോർ സ്മെല്ല് അത് ഉണ്ടാവില്ലായിരുന്നു. അപ്പം പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഈ സിങ്ക് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പഴുത്ത് കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ അകത്തുള്ള ഈ ഷട്ടർ അടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒട്ടും എയർ സർക്കുലേഷൻ ഇല്ല. അങ്ങനെ വരുമ്പം ഹോട്ട് എയർ ആണ് അതിൻ്റെ അടിയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ സിങ്കിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പം ഈ ഹോട്ട് എയർ ഈ സിങ്കിലേക്ക് പോയിട്ട് കണ്ടൻസർ ആവും. അവിടെ ബാക്ക് സൈഡിൽ ലീക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടത്തെ വെള്ളം കണ്ടൻസായിട്ട് ലീക്കാവും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സിങ്കിൻ്റെ അടിയിൽ ക്യാബിനറ്റിൻ്റെ ഭംഗിക്ക് പകരം ഒരു വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ലൈഫ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോട്ട് എയർ എപ്പോഴും അതിൻ്റെ ഒരു വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സോ അങ്ങനെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും പറ്റും, സ്പിൻ ഇല്ലാതെ. ഓക്കെ, താങ്ക് യു.